ചേട്ടൻ വരുന്നതിന് മുൻപ് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കിടന്നുറങ്ങിക്കോ. ഓരോന്നാലോചിച്ച് ടെൻഷനായ ഇഷ്കി ഒടുവിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചു പോകുന്നു. ഞാനിവന്റെ മുറിയിൽ വരാനേ പാടില്ലായിരുന്നു. മിഷാ, നീ എവിടെ പോയി കിടക്കുവാടി? പ്ലീസ് എന്നെ ഇവിടുന്ന് രക്ഷിക്ക്. ഇഷ്കി അതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് കിടക്കുമ്പോൾ രാജ്വീർ ഡ്രസ്സ് മാറ്റി അവിടേക്ക് വന്നു. എന്റെ ഇഷ്കി, നിനക്ക് ഉറക്കാഭിനയിക്കാനും അറിയില്ലേ? സ്കൂളിൽ എല്ലാവരും ഡ്രാമ ക്ലബിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോ നീ എന്താ അതിൽ ചേരാത്തത്? അന്ന് ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെയെങ്കിലും ഉറക്കം നടിച്ചു കിടക്കായിരുന്നു. ഇഷ്കി പുതച്ചിരുന്ന പുതപ്പുയർത്തി രാജ്വീർ അതിന്റെ അടിയിലേക്ക് മെല്ലെ കയറി. അവൻ അങ്ങനെ ചെയ്തപ്പോൾ ഇഷ്കിയുടെ ഹൃദയം ഉറക്കം മിടിക്കുവാൻ തുടങ്ങി. രാജ്വീർ കുറച്ചുനേരം ഇഷ്കിയുടെ മുഖം നോക്കിക്കിടന്നു. എന്നിട്ട് അവളുടെ ചെവിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു. അത് കേട്ടതും ഇഷ്കിയുടെ മുഖത്തെ ഭാവങ്ങൾ മാറുവാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും അവൾ തന്റെ കണ്ണുകൾ ഇറുക്കിത്തന്നെ അടച്ചു കിടന്നു.